ഹായ് ഫ്രണ്ട്സ്, ബിഗ് ബോസ് ചരിത്രത്തിലെ എവർഗ്രീൻ നായകനായിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ സീസൺ 4 ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നമ്മുടെ ആക്ട്രസ് അറ്റാക്ക് ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയുന്നത്, അതുപോലെ തന്നെ ദിലീപിന്റെ ബബ്ബബ സിനിമയെ കുറിച്ച് എന്താണ് പറയുന്നത്, നമുക്കതൊന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽബട്ടനും കൂടി അമർത്തിക്കോളൂ കേട്ടോ. അപ്പോൾ റോബിൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷ കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അല്ലെ. കോടതിയുടെ തീരുമാനമല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പ്രതികൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് കോടതിയാണ് തീരുമാനിക്കുന്നത്. അത് തെളിവുകളുടെ അഭാവം ഉണ്ടായി എന്നൊക്കെ കോടതി പറയുന്നുമുണ്ട്. അപ്പൊ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കും ശിക്ഷ കുറഞ്ഞു പോയിട്ടുണ്ടാവുക. പക്ഷെ എനിക്കും തോന്നി ശിക്ഷ വളരെ കുറവായി എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നേ? നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കൂ. നിങ്ങളൊക്കെ മനുഷ്യർ തന്നെയല്ലേ. നിങ്ങൾ ഓരോ തരത്തിലും പ്രതികരിക്കൂ. അപ്പൊ അങ്ങനെ പ്രതികരിച്ച എന്താ ഉണ്ടാവുക? പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ ഇതിന് ഉണ്ടാകും അല്ലെ. ആ നടിക്ക് നീതി ലഭിക്കാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള സൊല്യൂഷൻ ഉണ്ടാവും. അല്ലാതെ എന്താണ് അഭിപ്രായം, ഡോക്ടറുടെ അഭിപ്രായം എന്ത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. അതുപോലെ ഈ പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് പറയുന്നുണ്ട്. ആരൊക്കെയാണോ നുണ പറയുന്നത്, ആരൊക്കെ തെറ്റു പറയുന്നു, അവരെയൊക്കെ എന്ത് ചെയ്യണം? നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം. അല്ലാതെ നുണപരിശോധന ചെയ്തോയോ ചെയ്തില്ലേ അറിയില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് ട്ടോ. പക്ഷേ നുണപരിശോധന നടത്തിയതിന് ഒരുവിധ ആൾക്കാർക്ക് നമുക്ക് തെളിയിക്കാൻ പറ്റും അല്ലെ. ഇതൊക്കെ നമുക്ക് നമ്മുടെ നിയമത്തിന് എന്താണ് അവൈലബിൾ ആണ്. അപ്പൊ ഈ നുണപരിശോധന പൾസർ സുനിയാണ് ഫസ്റ്റ് ചെയ്യുന്ന നുണപരിശോധന. അയാളാണ് ഒന്നാം പ്രതി അല്ലെ. അയാളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ തന്നെ ഉം, അറിയാൻ പറ്റും. പിന്നെ ദിലീപിനെ ചെയ്യട്ടെ. ദിലീപ് തെറ്റുകാരനാണോ തെറ്റുകാരനല്ലേ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതുണ്ട്. ഒരു 60% ആൾക്കാരും ദിലീപ് തെറ്റുകാരനാണെന്നാ പറയുന്നത്. പക്ഷെ തെളിവുകളൊന്നും എന്തല്ല, ദിലീപ് തെറ്റുകാരനേ അല്ല. ഈ പോലീസ് സമർപ്പിച്ച കുറെ തെളിവുകളുണ്ടെന്നൊക്കെ പറയുന്നു ഇവരില്ലേ. അതുപോലെ ടി പി മിനി വക്കീല് ഒരുപാട് തെളിവ് ഞാൻ ദിലീപിനെതിരെ സമർപ്പിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ ദിലീപ് നോക്കുന്ന തടവറ ഒരുങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ ടി.ബി. മിനി സംഘടിപ്പിച്ചിട്ടുള്ള ആ തെളിവുകൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കുറെ ആയി നമ്മൾ ചെയ്യുന്നത് അല്ലെ. ഞാൻ എന്റെ വീഡിയോസിലൊക്കെ ഓരോ തെളിവുകളും ഞാൻ പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പൊ ഈ തെളിവ് എന്ന് പറയുന്നത് എന്തല്ല, ഇവര് എന്താണ് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ തെളിവുകളാണ്. അല്ലാതെ ഒന്നും റിയൽ ആയിട്ട് തോന്നിയിട്ടില്ല എന്ന് പറയുന്നത് ട്ടോ. അപ്പൊ ഡോക്ടർ പറയുന്നത് എന്താണ്, ആരൊക്കെ തെറ്റ് പറയുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ അവരെയൊക്കെ നുണപരിശോധന നടത്തണം എന്നാണ് പറയുന്നത്. അപ്പൊ ഡോക്ടറും ആരതിപ്പൊടിയും കൂടി വന്നിറങ്ങി അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി പൊതിഞ്ഞത് കേട്ടോ. അപ്പൊ സിനിമയെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അല്ല, ഈ ബബ്ബപ്പ സിനിമയില്ലേ, ഈ ബബ്ബപ്പ സിനിമ ഇനി കാണാൻ പറ്റുമോ, കാണുന്നുണ്ടോ, ഡോക്ടർ കാണുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ആൾക്കാരൊക്കെ നിരസിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, കാണുന്നവർക്ക് കാണാം ബബ്ബപ്പ സിനിമ, കാണാത്തവർക്ക് കാണണ്ട, അത്രയേ ഉള്ളൂ. പക്ഷെ അതൊരു ആർട്ടാണ്. ആർട്ടിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നശിപ്പിക്കാതിരിക്കണം അല്ലെ. ഒരാള് ദിലീപ് അഭിനയിച്ചു എന്നും പറഞ്ഞ് അതിൽ എത്രയോ പേര് വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. മോഹൻലാൽ തന്നെ ആ പോസ്റ്റർ ഷെയർ ചെയ്ത ആളാണ് മോഹൻലാൽ അല്ലെ. മോഹൻലാലിനെതിരെ ഒരുപാട് വിമർശനം വന്ന് ഭാഗ്യലക്ഷ്മി ഒക്കെ ഇപ്പൊ വിമർശിക്കുന്നുണ്ട്. എന്തിനാണ് മോഹൻലാൽ ആ പോസ്റ്റർ ഷെയർ ചെയ്ത് വെച്ചിട്ട്? മോഹൻലാൽ അങ്ങനെയൊന്നുമില്ല. മോഹൻലാലിന് തോന്നിയത് എന്താണോ അത് ചെയ്യും. അല്ലാതെ മറ്റുള്ളവരെ എന്ത് വിമർശിക്കുന്നു, ബിഗ് ബോസിലായാലും മറ്റുള്ളവരെ എന്ത് വിമർശിക്കുന്നു, അത് മോഹൻലാൽ ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പൊ ബബ്ബബ എന്നുള്ള ഫിലിം നല്ലതാണോ, വിജയിക്കട്ടെ. ദിലീപ് ഉണ്ട് എന്ന് പറഞ്ഞു, ദിലീപ് എന്താണ് കുറ്റം ചെയ്ത വ്യക്തിയാണോ? കോടതിയാണ്, നിയമമാണ് അവരെ വെറുതെ വിട്ടത്. പിന്നെ ദിലീപ് ഉണ്ട് എന്ന് പറഞ്ഞ് അത് കാണാതിരിക്കുന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചത് ആരാണ്? മാധ്യമങ്ങളാണ് അല്ലെ. നമ്മൾക്ക് ഓരോ എന്താ പറയാ തെറ്റായ ന്യൂസുകളും പറഞ്ഞു തന്നിരുന്നത് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളെ ദിലീപിനെ ഇട്ടിട്ടുണ്ട് ആഘോഷിച്ചു. അത് എപ്പോഴാണ് ആഘോഷിച്ചു തുടങ്ങിയത്? വേണു എന്ന് പറഞ്ഞ ഒരു ന്യൂസ് റീഡർ ഉണ്ടായിരുന്നു അല്ലെ. ആ വേണുവിനെ ദിലീപ് എന്താണ്, വേണുനാഥം മുഴക്കാതെ ഇരിക്കൂ, വേണു എന്ന് വെച്ചാൽ കുഴല് ഊതാതിരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അതിനെ കളിയാക്കിയ അന്ന് മുതൽ ഈ എല്ലാ ചാനൽസും ദിലീപിന് എതിരെയായി തുടങ്ങി. പിന്നെ ദിലീപിന് എന്തായി, ഒരു പറ്റ ചേർന്ന് ആക്രമിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ചാനൽസ് നമ്മുടെ മനസ്സിലേക്ക് കുത്തിത്തരുന്ന കാര്യങ്ങൾ, ഈ 8 വർഷം കുറെ കാര്യങ്ങൾ കുത്തിത്തരുന്നുണ്ട്. അതാണ് നമ്മുടെ മനസ്സിൽ റിയൽ ആണ് എന്ന് വിചാരിച്ച് കിടക്കുന്നത്. പക്ഷെ റിയാലിറ്റി അതൊന്നുമല്ല. റിയാലിറ്റി കോടതിയിൽ എന്ത് തെളിവ് സമർപ്പിച്ചു, ഇതാണ് റിയാലിറ്റി. അപ്പൊ തെളിവിനനുസരിച്ച് മാത്രമേ കേസെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഡോക്ടറെ കൊണ്ട് പറഞ്ഞത്.